ഹായ്, ഇന്നൊരു വെജ് മൊമോസാണ്. നേപ്പാളി ഫുഡായ മൊമോസ്. ഞാൻ ആദ്യം ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും എടുത്ത് വെള്ളത്തിലിട്ട് വേവിപ്പിച്ചെടുത്തു ആദ്യം. പിന്നെ ഒരു ബൗളിൽ ഒരു സ്പൂണ് ആട്ടയെടുത്തു. അതേ അളവിൽ ഒരു സ്പൂണ് മൈദയും എടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്തു. ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഒരു കത്തി ഉപയോഗിച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. പിന്നെ അതൊന്ന് ചതച്ചെടുത്തു. ചതച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു സവാള, ഒരു തക്കാളി, 2-3 പച്ചമുളക് അത് ചെറുതായി കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളകും അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു മുട്ട പൊട്ടിച്ചു ഒരു പാത്രത്തിൽ ഒഴിച്ചു. അതൊന്ന് നന്നായി ഉടച്ചു കൊടുത്തു. അത് നമുക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയും ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മാവ് 4 ഉരുളയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി പരത്തി എടുക്കണം. ഞാൻ പരത്തി ഒരു പാത്രം ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പരത്തുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയിലാണ് പരത്തിയെടുത്തത്. ആദ്യം പൊടിയിലാണ്. അതും ഞാൻ ഒരു പാത്രം ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തു. അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യണം. ആദ്യം ഒന്നിലേക്ക് ഞാൻ മസാല ആഡ് ചെയ്ത് മോമോസിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുകയാണ്. ചുരുട്ടിയെടുത്ത് മോമോസിൻ്റെ ഷേപ്പിലേക്ക് മാറ്റണം. ഒന്നാമത്തെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമതും അതുപോലെ തന്നെ പരത്തി വെച്ച മാവിലേക്ക് മസാല ഇട്ട് കൊടുത്തു. മോമോസിൻ്റെ ഷേപ്പിലേക്ക് മടക്കി എടുത്തു. അങ്ങനെ എല്ലാ മോമോസും ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെയാണ്. ഇതും കൂടിയായാൽ ലാസ്റ്റ് മോമോസായി. ഇപ്പോൾ എല്ലാ മോമോസും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി ആവി കയറ്റിയെടുക്കണം. ആവിയിലാണ് വേവിപ്പിക്കുന്നത്. ഓരോ മോമോസായിട്ട് നമുക്ക് അത് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ആവിയിലാകുമ്പോൾ വേഗം വെന്ത് കിട്ടും. മോമോസ് ആവിയിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ അടയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ മോമോസ് ഉണ്ടാക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് മാറ്റി കൊടുക്കാം. ഇത് മോമോസ് റെഡി ആയിട്ടുണ്ട്. ഈ മോമോസ് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓരോന്നായി മാറ്റി കൊടുക്കാം. ചെറുങ്ങനെ പൊള്ളുന്നുണ്ട്. പ്രശ്നമില്ല. കൈ കൊണ്ടെടുക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ അടിപൊളി മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സാധാരണ ചട്നിയോ സോസോ വല്ലതോ അങ്ങനത്തെ എന്തെങ്കിലുമാണ് ഉപയോഗിക്കാറ്. അടിപൊളി ടേസ്റ്റാണ്. ഒരു നേപ്പാളി ഫുഡാണ്. നിങ്ങൾക്ക് ഈ മോമോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രൊഫൈലൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതുപോലത്തെ വേറെയും വീഡിയോയുമായി വീണ്ടും വരാം. ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.